എന്താ പരിപാടി? വണ്ടിയിലൊക്കെ കയറിയിരിക്കുന്നത് രാവിലെ തന്നെ. ഗൈസ്, ഇതെൻ്റെ വണ്ടിയായിരുന്നു കേട്ടോ. ഇതെൻ്റെ ബുള്ളറ്റ്. ടയർ ഞങ്ങൾ ഊരി വെച്ചേക്കുവാണേ. ഇത് ഇച്ചേൻ്റെ വണ്ടി. അപ്പം ഞാൻ രാവിലെ വെയിൽ കൊള്ളാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. കണ്ടാ, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, അതുകൊണ്ട് കുറച്ച് വെയിലൊക്കെ കൊള്ളാമെന്ന് വിചാരിച്ച്. അപ്പം ഞാനിങ്ങനെ ഇറങ്ങിയിരുന്നപ്പം ഇന്നൊരു ഇത്തിരി വേദനയൊക്കെ കുറവുണ്ട്, മെഡിസിനൊക്കെ കഴിച്ച്. അന്നേരം ഞാൻ ഇവിടെ ഇറങ്ങിയിരുന്നപ്പം മക്കളൊന്നും സ്കൂളിൽ പോയില്ല. പ്രിൻസിനും ജലദോഷമാണ്, എല്ലാവർക്കും ജലദോഷവും ചുമയാണ്. പിള്ളേർക്കതെ. ഇച്ചായന് ഇന്നലെ തൊട്ട് നല്ല ചുമയല്ല, ജലദോഷവും ശ്വാസം മുട്ടലൊക്കെ ഉണ്ട്. പ്രിൻസിക്ക് അതെ. എൻ്റേത് വന്നത് ഞാൻ മരുന്ന് കഴിച്ച് പെട്ടെന്ന് തന്നെ മാറി. പ്രിൻസിന് ചുമ ഉണ്ടാവുകൊണ്ട് പിന്നെ സ്കൂളിൽ പോയില്ല. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ പുറത്തിങ്ങനെ ഇരിക്കുമായിരുന്നു. ഗബ്രുമോൻ ഇപ്പോൾ വരും കേട്ടോ. ഗബ്രൂസിന് ഇതെന്തിനാടാ? എന്തിനാ അതേലും ഇട്ടിരുന്നാണോ? അത് കൊണ്ടുവന്നേ കാണിച്ചേ. നിങ്ങളാരെങ്കിലും ഇത് കളിച്ചിട്ടുണ്ടോ? ഇച്ചിരി താത്ത് പിടിക്കും. കഥാനായകനം വരുന്നുണ്ടേ. ഗുഡ് മോർണിംഗ് പാടാ. ഗുഡ് മോർണിംഗ് പാടാ. അപ്പൊ ഇവരിത് അവിടെ കളിക്കുക കേട്ടോ. ഇച്ചായനപ്പം ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിട്ട് പോവാലിച്ചാ. ചപ്പാത്തി ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. നല്ല വയ്യായിക ഉണ്ട്, എന്നാലും തന്നെ ഉള്ളതുകൊണ്ട് ഉണ്ടാക്കണമല്ലോ. ഗബ്രു എവിടെ ഇരിക്കുന്നേ? അമ്മയുടെ വണ്ടിയിൽ ഇരിക്കുവാണാ ഗബ്രുസേ? ഗബ്രുസ് ആദ്യമായിട്ടാണ് കേട്ടോ വണ്ടിയിൽ ഇരിക്കുന്നത്. ഞങ്ങളങ്ങനെ പുറത്തങ്ങനെ ഇറങ്ങിയിട്ടില്ല. പിന്നെ എനിക്ക് വയ്യാത്തതുകൊണ്ട് അങ്ങനെ കൂടുതൽ ഇപ്പോൾ കുറേ ദിവസം കൂടി പുറത്തിറങ്ങിയിരിക്കുന്നത്. ഗബ്രുമോനെ, വണ്ടി പോട്ടെ ചേത്തായി, പോട്ടെ. കൊല്ലത്തിന് പോത്ത വണ്ടി അല്ലേ? കൊല്ലത്തിന് കൊണ്ട് ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതാണ് ഒരു ഇതായിട്ടിരിക്കുന്നത്. രാവിലത്തെ ഉറക്കത്തിനുള്ള സമയമായിട്ടുണ്ട്. ഉടുപ്പ് താത്തിട്ട് കൊടുക്കും മോളെ. അവരപ്പോൾ അവിടെ കളിക്കുകയാണ്. ഇന്നലെയൊക്കെ ഇവിടെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അതപ്പോൾ ഇവിടെ മുറ്റമൊക്കെ കിടക്കുന്നതൊക്കെ ഭയങ്കരമായിട്ട് കാറ്റും ഭയങ്കര മഴ. ഞാൻ ഓർത്ത് ഇന്നൊക്കെ മഴയായിരിക്കുമെന്ന്. അതുകൊണ്ട് മുറ്റമൊക്കെ വല്ലാതെ കിടക്കും. എനിക്കാണ് പണ്ടൊക്കെ ഞാനിവിടെ വന്ന ഇടയ്ക്കൊക്കെ ആണെങ്കിൽ ഈ വഴിയും മുറ്റമൊക്കെ ഞാനായിരുന്നു തൂത്തുകൊണ്ടിരുന്നത്. ഇപ്പം എനിക്ക് ഇത്രയും വയ്യാത്തതുകൊണ്ട് ഒന്നിനും പറ്റുന്നില്ല. എല്ലാം ഇച്ചാൻ തന്നെ ചെയ്യേണ്ടി വരുമല്ലോ. ഗബ്രൂസ് ഒരു ഹായ് പറഞ്ഞേ, എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ. അപ്പോൾ ഇതാ ഇവരിവിടെ ഗോലി കളിക്കാൻ വേണ്ടിയിട്ട് കുഴിയൊക്കെ കുഴിച്ച് കളിക്കുക കേട്ടോ. എന്താ ഈ ഒരു സാധനം കൊണ്ടുവന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതെന്തുവാടി? നുറുക്കല്ലേ? അബ്ബൂസിനെ എനിക്ക് അധികം നേരം ഇപ്പം എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. കൈ ഷോൾഡറിന് എല്ലാത്തിനും വേദന ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പിടിച്ചു. ഇപ്പൊ വലിച്ച് താഴെ ഇട്ടേനെ നുറുക്കല്ല. ഉടുപ്പ് താത്തിട്ട് കൊടുക്കാം. പുറിച്ചിന് ഉറക്കം വരുന്നുണ്ട്. പുറിച്ചിന് എന്തിയെ? കുഴി വീണോ? അത് മാറ്റി പിടിക്കും, പിന്നെയും പിടിക്കും. അവിടെ നീ മാറി നിൽക്കും മോളെ. ഇനി അടുത്ത ആളുടെ കൂടെ. അപ്പൊ ഗബ്രൂസിന് അടുത്ത ആൾ പിടിക്കും. ഉടുപ്പ് താത്തിയിട്ട് കൊടുക്കും മോനെ. കുഴി എവിടെ? നീ തട്ടിയത് എവിടെ? വീണ